ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. ജനങ്ങളെ ഷോക്കടിപ്പിച്ചു കൊല്ലുന്ന സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ KSEB സെക്ഷൻ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആയഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ സർക്കാർ എന്നവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിപാടികളും എടുത്തു നോക്കിയാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത വരുത്തി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വർദ്ധിപ്പിച്ചിട്ടുള്ള കറണ്ട് ചാർജ് ഉടൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ആസ്ഥാന കേന്ദ്രങ്ങളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകന്മാർ ധർണാ സമരം നടത്തുകയാണ്. ഈ ധർണാ സമരത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹൃതമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സമരം കണ്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുതി ചാർജ് ഉടൻ പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ദുബായ് KMCC നേതാവ് ഇബ്രാഹിം മുറിച്ചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള, ഹാരിസ് മുറിച്ചാണ്ടി, അനസ് കടലാട്ട്, അക്കരോൽ അബ്ദുള്ള, MP ഷാജഹാൻ, മൻസൂർ എടവലത്ത്, KMC തങ്ങൾ, CH മൊയ്തു മാസ്റ്റർ, TK മൊയ്തു മാസ്റ്റർ, മുഹമ്മദ് അലി മംഗലാട്, ഹാരിസ് മുച്ചിലോട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കാലമത്രയും കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള രൂപത്തിൽ ഇന്ന് വർഷം തോറും എന്ന് തന്നെ പറയാം, വർഷം തോറും കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സമയത്ത് ഓരോ മലയാളിയുടെയും തലയിൽ വീണ്ടും ഒരു ബാധ്യത വരുത്തിക്കൊണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ഞെക്കിക്കൊള്ളുകയാണ്. നമ്മുടെ നാട് ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ പൊതുജനങ്ങൾക്ക് നൽകുന്ന 5ാമത്തെ സമ്മാനമാണിത്. 5 പ്രാവശ്യം തുല്യതയില്ലാത്ത വിധം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. 16% ഈ വർഷം വർദ്ധിപ്പിച്ചതെങ്കിൽ
അടുത്ത 25-26 സാമ്പത്തിക വർഷം 12 രൂപയും കൂടി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പും അറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ 28%. എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നതിന് വേണ്ടി, സാധാരണക്കാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് ഈ സർക്കാർ. ആഡംബരവും ഹുങ്കും കൊണ്ട് കാലിയായൊരു ഖജനാവ്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.